കേരള രാഷ്ട്രീയത്തിന്റെ മുന്നണി സമവാക്യങ്ങളിൽ അത്യപൂർവമായ ഒരു അധികാര തർക്കവും രാഷ്ട്രീയ അനിശ്ചിതത്വവുമാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. നിയമസഭയിലെ പ്രതിപക്ഷ ഉപനേതാവ് പദവി ആവശ്യത്തിൽ കടുത്ത നിലപാടുമായി CPI പരസ്യമായി രംഗത്തു വന്നത് LDF മുന്നണിക്കുള്ളിലെ ആഭ്യന്തര ജനാധിപത്യത്തെക്കുറിച്ചും അധികാര പങ്കിടലിനെ കുറിച്ചുമുള്ള ഗൗരവമേറിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. മുന്നണി എന്നത് ഒരു പാർട്ടിയുടെ മാത്രം കുത്തകയല്ലെന്നും അത് CPIയുടെയും CPMന്റെയും എല്ലാം ഘടകകക്ഷികളുടെയും കൂട്ടായ്മയാണെന്നും വ്യക്തമാക്കിക്കൊണ്ട് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നടത്തിയ പരസ്യ പ്രതികരണം കേവലം ഒരു പദവിക്ക് വേണ്ടിയുള്ള തർക്കമല്ല, മറിച്ച് മുന്നണി രാഷ്ട്രീയത്തിലെ തുല്യനീതി ഉറപ്പാക്കാനുള്ള രാഷ്ട്രീയ നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ തർക്കത്തിന്റെ ആഴം വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസം CPIഎമ്മും CPIയും തമ്മിൽ നടത്തിയ ഉഭയകക്ഷി ചർച്ചകളുടെ പരാജയമാണ്. AV ഗോവിന്ദനും ബിനോയ് വിശ്വവും പങ്കെടുത്ത ഉഭയകക്ഷി ചർച്ചകൾ കൃത്യമായൊരു ധാരണയിലെത്താൻ സാധിക്കാതെ പിരിഞ്ഞത് ഭരണ മുന്നണിയിലെ രണ്ട് പ്രമുഖ കക്ഷികൾ തമ്മിലുള്ള രാഷ്ട്രീയ വിയോജിപ്പ് എത്രത്തോളം ശക്തമാണെന്ന് അടിവരയിടുന്നു. നിയമസഭാ സമിതികളിലും ഔദ്യോഗിക പദവികളിലും കൃത്യമായ ജനപ്രാതിനിധ്യവും സീറ്റ് വിഭജനവും ഉറപ്പാക്കുക എന്നത് പാർലമെന്ററി ജനാധിപത്യത്തിന്റെ സുഗമമായ മുന്നോട്ടു പോക്കിന് അത്യാവശ്യമാണ്. തർക്കങ്ങൾ പരിഹരിക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണിതെന്ന ബോധ്യം CPIക്കുണ്ടെന്ന് വ്യക്തമാക്കുന്നത് വഴി മുന്നണിയിലെ വലിയ പങ്കാളിയായ CPIഎമ്മിന് മേൽ ശക്തമായ രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തുകയാണ് CPI ലക്ഷ്യമിടുന്നത്. ഒരു ജനാധിപത്യ സർക്കാരിന്റെ സുസ്ഥിരമായ ഭരണ നിർവഹണത്തെയും നയരൂപീകരണത്തെയും ഇത്തരം മുന്നണി തർക്കങ്ങൾ എങ്ങനെയൊക്കെ ബാധിക്കുമെന്നത് അതീവ പ്രാധാന്യത്തോടെ വിശകലനം ചെയ്യേണ്ടതുണ്ട്. ഭരണ മുന്നണിയിലെ പ്രധാന കക്ഷികൾ തമ്മിൽ നിയമസഭാ പദവികളെ ചൊല്ലി പരസ്യമായ തർക്കങ്ങളിൽ ഏർപ്പെടുന്നത് പലപ്പോഴും ഭരണപരമായ തീരുമാനങ്ങൾ വൈകുന്നതിനും ജനക്ഷേമ പദ്ധതികളുടെ ഏകോപനത്തെ ബാധിക്കുന്നതിനും കാരണമായേക്കാം. വോട്ടർമാർ ഒരു മുന്നണിക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം നൽകുമ്പോൾ അത് കേവലം ഒരു കക്ഷിക്ക് മാത്രമല്ല, മറിച്ച് ആ മുന്നണിയുടെ പ്രകടന പത്രികയ്ക്കും രാഷ്ട്രീയ ഐക്യത്തിനുമുള്ള അംഗീകാരമാണ്. അതിനാൽ ഇത്തരം ആഭ്യന്തര വിയോജിപ്പുകൾ ജനങ്ങളുടെ ദൈനംദിന പ്രശ്നങ്ങളിൽ നിന്നോ സംസ്ഥാനത്തിന്റെ വികസന അജണ്ടകളിൽ നിന്നോ ശ്രദ്ധ തിരിക്കാതിരിക്കാൻ നേതൃത്വങ്ങൾ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. കേവലം കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങൾക്കപ്പുറം ഈ രാഷ്ട്രീയ വികാസത്തെ പാർലമെന്ററി വ്യവസ്ഥയുടെ സുതാര്യതയുമായി ബന്ധപ്പെടുത്തി വേണം ജനങ്ങൾ വീക്ഷിക്കാൻ. ജനാധിപത്യത്തിൽ ഭരണപക്ഷത്തിനൊപ്പം തന്നെ തുല്യ പ്രാധാന്യമുള്ളതാണ് പ്രതിപക്ഷ നിരയിലെ പദവികളും അതിന്റെ ഉത്തരവാദിത്വങ്ങളും. നിയമനിർമ്മാണ സഭകളിൽ കൃത്യമായ അധികാര പങ്കിടലും ആരോഗ്യകരമായ ചർച്ചകളും നടക്കുമ്പോൾ മാത്രമാണ് ജനാധിപത്യ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ കരുത്ത് ലഭിക്കുന്നത്. മുന്നണി സംവിധാനങ്ങളിലെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ ഘടകകക്ഷികൾക്കിടയിൽ അസംതൃപ്തി വർദ്ധിപ്പിക്കുമെന്നും അത് ദീർഘകാലാടിസ്ഥാനത്തിൽ ജനാധിപത്യ പ്രക്രിയയുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുമെന്നും ഈ ഉഭയകക്ഷി ചർച്ചകളുടെ പരാജയം വ്യക്തമാക്കുന്നു. കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവിയെയും മുന്നണി സംവിധാനങ്ങളെയും കെട്ടുറപ്പിനെയും നിർണ്ണയിക്കുന്ന ഇത്തരം സുപ്രധാന തീരുമാനങ്ങൾ ഓരോ വോട്ടറും കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെ ആഭ്യന്തര സമവാക്യങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ സംസ്ഥാനത്തിന്റെ ഭരണ സംവിധാനത്തെ ഏത് രീതിയിലാണ് സ്വാധീനിക്കുന്നത് എന്ന് തിരിച്ചറിയുന്നത് ഒരു നല്ല പൗരന്റെ കടമയാണ്. ഭരണ മുന്നണിയിലെ ഈ പുതിയ അധികാര തർക്കത്തെയും CPIയുടെ ശക്തമായ നിലപാടിനെയും നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നിങ്ങളുടെ നിർണായകമായ അഭിപ്രായങ്ങളും രാഷ്ട്രീയ നിരീക്ഷണങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ഒരു രാഷ്ട്രീയ ചർച്ചയ്ക്ക് തുടക്കമിടാം.